കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും T20 ക്രിക്കറ്റ് തിരിച്ചു വരികയാണ്. നമ്മളിപ്പോൾ അടുത്തിടെ കുറച്ച് ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങളാണ് നമ്മൾ സാക്ഷിയായത്. ഇംഗ്ലണ്ടിനെതിരെ ആണ് ഇന്ത്യയുടെ പരമ്പര T20 പരമ്പര സ്വന്തം നാട്ടിൽ വരുന്നത്. എന്തൊക്കെയാണ് സാധ്യതകൾ ഇന്ത്യൻ ടീമിന്റെ നിലവിലെ സാഹചര്യത്തിൽ? ഇന്ത്യൻ T20 ടീം എന്ന് പറഞ്ഞാൽ ഇപ്പം ദക്ഷിണാഫ്രിക്കെതിരെ കഴിഞ്ഞ നവംബറിലാണ് അവസാനമായി കളിച്ചത്. 3-1 പരമ്പര വിജയിച്ചിട്ടുണ്ട്. മികച്ച ഫോമിലാണ് ഇന്ത്യൻ യുവനിരയാണ് കളിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ടെസ്റ്റ് ടീമുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെ പറയാൻ പറ്റും. വേണമെങ്കിൽ അങ്ങനെ ഒരു നിരയാണ് വരുന്നത്. ഗംഭീറിന്റെ കോച്ച് മാത്രമേ മാറാനിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ടീം മികച്ച ഫോമിലാണ്. പക്ഷേ ചില വിവാദങ്ങളൊക്കെ ടീമിനെ BCCIനെയും ടീമിനെയും പിടിച്ചൊഴിവാക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ സൂര്യകുമാർ യാദവ് ആയാലും സഞ്ജു ആയാലും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ കിട്ടാതെ പോയ താരങ്ങളാണ്. സൂര്യകുമാർ യാദവ് ഏകദേശം T20 പ്ലെയറുടെ മാത്രമായി മാറി നിർത്തപ്പെടുവാണ്. പക്ഷേ സഞ്ജു എത്തുന്നു പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ചില പൊട്ടലും ചീറ്റുകളൊക്കെ കഴിഞ്ഞാണ് ഇന്ത്യൻ ടീം വരുന്നത്. പക്ഷെ അത് ഗ്രൗണ്ടിൽ കാണില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇന്ത്യൻ ടീം പിന്നെ യുവനിര അതിനൊക്കെ മറികടക്കുന്ന ഒരു നിര തന്നെയാണ്. പക്ഷെ മറുവശത്ത് ഇംഗ്ലണ്ട് ആയതുകൊണ്ട് തന്നെ മത്സരം ഒരു തീവാർന്ന മത്സരമായിരിക്കുന്ന ഏകദേശം ഉറപ്പാണ്. ജോസ് ബട്ട്ലർ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ, ഇംഗ്ലണ്ടിന് വേണ്ടി ഇന്ത്യക്ക് എതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബട്ട്ലർ ക്യാപ്റ്റനാണ്. പിന്നെ ജേക്കബ് ബെത്തലിനെ പോലുള്ള പുതിയ അടുത്ത ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഇംഗ്ലണ്ടിൽ പറയപ്പെടുന്ന താരങ്ങളുണ്ട്. അപ്പൊ അതൊരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷെ ഇന്ത്യയിൽ ഒരു സ്പിൻ നമുക്കറിയാം. ഇന്ത്യൻ മൈതാനങ്ങളിൽ ഇപ്പൊ ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിൽ മത്സരിച്ച T20 ചരിത്രം നോക്കുകയാണെങ്കിൽ 24 മത്സരങ്ങളിൽ ഇന്ത്യ 13 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ട് 11 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഭൂരിഭാഗം വിജയിച്ചിട്ടുള്ളത് സ്വന്തം നാട്ടിലാണ്. അപ്പൊ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഒരു മത്സരം എന്ന രീതിയിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി കൂടുതൽ തീർച്ചയായും മാനസികാരോഗ്യം കൊണ്ട് പിച്ച് നമുക്ക് അറിയുന്നതാണ്. ഇപ്പം ഷമി തിരിച്ചുവരുന്ന മത്സരം എന്ന് പറയുമ്പോൾ സ്പിന്നർമാരുടെ മാത്രമല്ല, ഷമിയുടെ ഹോം ഗ്രൗണ്ടിലാണ് കളി വരുന്നത്. അതൊരു ആനുകൂല്യമുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇംഗ്ലണ്ട് നമ്മൾ ഒരിക്കലും വിലവർച്ച് കാണാൻ പറ്റില്ല. കാരണം ചേസ് ചെയ്ത് ജയിക്കുന്ന ടീമാണെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ടോസ് നിർണായകമാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഇന്ത്യൻ ടീമിന്റെ റെക്കോർഡ് നോക്കുമ്പോൾ 9 മത്സരങ്ങൾ ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ജയിച്ച മത്സരമാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും മോശം സ്കോർ ഇംഗ്ലണ്ടിനെതിരുള്ളത് ഈ പിച്ചിൽ തന്നെയാണ്, ഈഡൻ ഗാർഡനിൽ തന്നെയാണ്. ഞാനത് പറയാൻ വരികയായിരുന്നു. അതിനൊരു പ്രതികാരം അല്ലെങ്കിൽ കണക്ക് അത്ര ഒരു ഇത് പറയാൻ പറ്റില്ല. കാരണം കണക്കുകൾ തിരിഞ്ഞു പറഞ്ഞു, ഈഡൻ ഗാർഡനിൽ കണക്ക് നോക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുവാണ്. അപ്പം ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത് പറയാം. പക്ഷേ അന്ന് കളിച്ച താരങ്ങൾ ആരും ഇന്ത്യൻ നിരയില്ല. പക്ഷെ അപ്പുറം ബട്ട്ലറാണ് നയിക്കുന്നത്. അന്ന് കളിച്ച താരം തന്നെ അല്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങൾ ഇപ്പോൾ സുരേഷ് റെയ്ന, ധോണി ഇങ്ങനെയുള്ള ആളുകളെല്ലാം കളിച്ചൊരു മത്സരം, വിരാട് കോഹ്ലി ഇങ്ങനെയുള്ള ആളുകളൊക്കെ കളിച്ചൊരു മത്സരമാണ് അത്. അപ്പൊ ആ മത്സരത്തിന് പ്രതികാരം വീട്ടാൻ ഒരു യുവനിരക്ക്, അതും എല്ലാ വീറും വാശിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു യുവനിരക്ക് അവസരം കിട്ടുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സഞ്ജു ഒക്കെ എനിക്ക് തോന്നുന്നത് മൈതാനത്ത് ഇറങ്ങി കിട്ടിയാൽ മതി ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഒന്ന് അടച്ച് എല്ലാ സമയത്തും അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് സഞ്ജു. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്കിൽ മികച്ച ലൈനപ്പാണ്. പിന്നെ സഞ്ജുവും അഭിഷേകും ഓപ്പണിംഗ് ഇറങ്ങുന്ന ഏകദേശം ഉറപ്പാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ഉപനായകൻ അക്സർ പട്ടേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പം ആ ബാറ്റിംഗ് നിരവിനെ മികച്ച തുടക്കം ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 2011 ഇന്ത്യക്ക് പറ്റിയത് ഓപ്പണർമാർ ഉത്തപ്പയും സെവാഗുമാണെന്ന് എനിക്ക് തോന്നുന്നത്. രഹാനെ പിന്നെ ഡക്കിനൗട്ട് ആയത്, ഉത്തപ്പ എടുത്ത് 1 റണ്ണാണ് എടുത്തത്. ആ ഓപ്പണിംഗ് പോയപ്പോൾ തന്നെയാണ് ഇന്ത്യൻ ടീം. ആ മത്സരത്തിൽ സുരേഷ് റെയ്ന മാത്രമാണ്. പിന്നെ അവസാന സമയത്ത് അശ്വിനൊക്കെ അടിച്ച ഒരു ചെറിയ പിന്നെ യൂസുഫ് പത്താനും ധോണിയും. യൂസുഫ് പത്താന്റെ ഇന്നിങ്സ് കുറച്ച് ചെറിയതായിരുന്നു, കുറച്ച് സ്ലോ ആയിരുന്നു. പക്ഷെ 10 റണ്ണായാലും നിർണായകമായിരുന്നു. അതെ, അശ്വിൻ 11 ബോളിലാണ് 17 റണ്ണാണ് അടിക്കുന്നത്. അപ്പൊ അന്ന് 150 മേലെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് അശ്വിന്. അപ്പൊ ആ ഒരു റൺസാണ് ഇന്ത്യനെ 100 കടത്തിയത്. ഒരു വലിയൊരു നാണക്കേട്. ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ഏറ്റവും ലോവസ്റ്റ് അവരുടെ സ്കോർ 80 റൺസിന് ഓൾ ഔട്ട് ആണ്. ഇന്ത്യയുടെ 100 റൺസ് ആ ഒരു രീതിയിൽ 100 റൺസ് മുകളിൽ കടക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത് ഇവരുടെ ഒക്കെ ഒരു ബാറ്റിംഗ് ആണ്. അപ്പൊ അതിനൊരു പ്രതികാരം വീട്ടാനുള്ള ഒരു അവസരം ഈഡനിൽ ഉണ്ടായ ആ ഒരു നാണക്കേടിന് ഈഡനിൽ വെച്ചിട്ട് പകരം വീട്ടുക എന്നുള്ളത്. അതെ, ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബാറ്റിംഗ് ഓപ്പണിംഗ് കഴിഞ്ഞത് വരുന്നത് തിലക് വർമ്മയാണ്. ഇപ്പം 3-ാം നമ്പറിൽ ദക്ഷിണാഫ്രിക്ക 2 സെഞ്ചുറി അടിച്ച താരമാണ് തിലക് വർമ്മ. ആ ഫോം തുടർന്നാൽ ഇന്ത്യക്ക് മികച്ച. പിന്നെ വരുന്നത് സൂര്യകുമാർ യാദവാണ്. T20 ക്രിക്കറ്റിലെ എല്ലാ 360 എന്നാണല്ലോ അറിയപ്പെടുന്നത്. സൂര്യകുമാർ യാദവ് ഫോമായി ഒന്നും പേടിക്കേണ്ട. ഈ മുൻനിര ഓപ്പണിംഗ് പോയാൽ തന്നെ സൂര്യകുമാർ യാദവിനെ പിടിച്ചേക്കാൻ പറ്റും. തൊട്ട് പിന്നാലെ വരുന്ന ഹർദിക് പാണ്ഡ്യയാണ് ഓൾറൗണ്ടർ. ഹർദിക് T20 എങ്ങനെ കളിക്കുന്നത് നമുക്കറിയാം. മികച്ച ഫോമിൽ തന്നെയാണ് താരമുള്ളത്. പിന്നെ വരുന്നത് നിതീഷ് റെഡ്ഡിയാണ്, ഓൾറൗണ്ടറാണ്. അവിടെയും ഒട്ടും പേടിക്കേണ്ടതില്ല. നിതീഷ് റെഡ്ഡിയുടെ ഇപ്പം അക്സർ പട്ടേൽ വരെ, പിന്നെ 8-ാം നമ്പറിലേക്ക് ഇറങ്ങുന്ന അക്സർ പട്ടേൽ വരെ ബാറ്റിംഗ് ഒക്കെയാണ്. പിന്നെ വരുന്നത് ഇപ്പം ബോളർമാരുടെ നേരത്തെ പറഞ്ഞാൽ നല്ല ബോളർ നിരയുണ്ട്. അപ്പം ബാറ്റ്സ്മാൻമാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നല്ല സ്ട്രെങ്ത് ഉണ്ട് ഇന്ത്യക്ക്. ബാറ്റ്സ്മാൻ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാരായാലും ഓൾറൗണ്ടർമാരായാലും നല്ലൊരു ബാറ്റിംഗ് നിരയുണ്ട്. അപ്പം നല്ലൊരു സ്കോർ ഉയർത്താൻ വേണ്ടി പറ്റും. പക്ഷെ മറുവശത്ത് നമ്മൾ ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് നോക്കണം. അതും അത്ര മൂർച്ചയില്ലാത്ത ബോളിംഗ് അല്ല, മികച്ച നിരയാണ് അവർ വരുന്നത്.
അപ്പൊ അതിനെ മറികടക്കാൻ ഈ യുവനിരക്ക് പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് ഇംഗ്ലണ്ടിന്റെ ആ ഒരു ബോളിംഗ് നിരയേക്കാളും നല്ലൊരു സ്പിൻ ആ ഒരു അറ്റാക്ക് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും തീർച്ചയായും നല്ലൊരു സ്പിൻ. ഇപ്പം വരുൺ ചക്രവർത്തി നല്ല മികച്ച ഫോമിൽ തന്നെയാണ്. അക്ഷർ പട്ടേലും ഒട്ടും മോശമല്ല. ഉപനായകനായിട്ട് ഇറങ്ങുന്ന മത്സരം കൂടിയാണല്ലോ ആദ്യമായിട്ട്. അപ്പൊ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും എന്തായാലും അതെ, അത് ഉപനായകന്റെ കാര്യം പറയുമ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ ഒരു അടുത്ത ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ട് ഹാർദിക് പാണ്ഡ്യ ഉള്ള അതേ ടീമില് അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ആകുന്നു എന്നുള്ളത് ഒരു ക്യാപ്റ്റനായിട്ട് നയിച്ച താരമായിരുന്നു. പക്ഷെ അത് താരത്തെ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം T20 ഇപ്പം കളിക്കുമ്പോൾ തന്നെ അതിനുശേഷം കഴിഞ്ഞ ടൂർണമെന്റ് ഒക്കെ കളിക്കുമ്പോൾ ലോകകപ്പ് കളിക്കുമ്പോൾ തന്നെ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഹാർദിക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ബാധിക്കുന്നതൊന്നുമില്ല. കാരണം അതിനുള്ള മറുപടിയും കൂടെ കൊടുക്കാൻ ഹാർദിക്കിന് അവസരം കൂടിയാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അതുണ്ടായേക്കാം. അപ്പം നല്ല സ്പിന്നറുണ്ട്. പക്ഷേ പിന്നെ ഇപ്പം ബട്ട്ലർ അടക്കം നടക്കുന്ന ഈ ബത്തലിനെ പോലെ താരങ്ങൾ എടുക്കുന്ന ബാറ്റിംഗ് നിരക്ക് ഇന്ത്യൻ സ്പിന്നർമാരെ അവർക്ക് IPL കളിച്ച് ശീലമുള്ള താരങ്ങളാണ് കൂടുതലും. ഈ പിന്നെ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ പിച്ചുകളൊക്കെ അറിയുന്നതാണ്. സ്പിൻ കണ്ടീഷൻ ഇപ്പോൾ നേരിടുന്ന താരങ്ങളാണ്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ ബലാബലത്തോക്കിലും രണ്ടും ഒരു കട്ടക്കെക്കുന്ന ടീമാണ്. രണ്ട് കട്ടക്കെക്കുന്ന ടീം വരുമ്പോൾ എന്താവുന്ന ആളെ കണ്ടറിയണം. അതെ, ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ദക്ഷിണാഫ്രിക്കേനെ അവരുടെ നാട്ടിൽ 3-1 പരാജയപ്പെടുത്തിയിട്ട് വരുന്ന ഒരു ടീമാണ് ഇന്ത്യ. അതെ അതെ, ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെ ഇതുപോലെ തോൽപ്പിച്ച് വരുന്ന ടീമാണ്. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് പരമ്പരകളായിട്ട് ഇന്ത്യൻ ടീം ഭയങ്കര മികച്ച പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിംബാബ്വെക്കെതിരെ പരമ്പര വിജയം, അതെ അതെ ബംഗ്ലാദേശിനെതിരെ വിജയം, ശ്രീലങ്കക്കെതിരെ വിജയം. ഇതില് ബംഗ്ലാദേശിനെയും ശ്രീലങ്കക്കെതിരെയുള്ള വിജയം സമ്പൂർണ്ണ വിജയങ്ങളാണ്. ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. സിംബാബ്വെക്കെതിരെയും ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് ഓരോ മത്സരങ്ങളും ഇന്ത്യ പരാജയപ്പെട്ടത്. അതിൽ ദക്ഷിണാഫ്രിക്കൻ പരമ്പര മലയാളികളെ സംബന്ധിച്ച് ഒരു ആവേശം. അതെ അതെ, ആ ഒരു ഇപ്പൊ സഞ്ജുവിന്റെ ഇപ്പൊ 2024 കലണ്ടർ ഇയറിൽ T20 ഹൈ സ്കോർ ടോപ്പ് സ്കോർ ഇന്ത്യയുടെ സഞ്ജുവാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സഞ്ജുവാണ്. അപ്പൊ ആ സഞ്ജുവിന് ആ ഫോം തുടരേണ്ടതുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. KCAക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട് നമുക്ക് പറയാം. അതൊക്കെ അനാവശ്യ വിവാദമാണെങ്കിലും അതൊക്കെ ഉണ്ട്. അപ്പൊ സഞ്ജു അതെന്തായാലും ബാറ്റ് കൊണ്ട് നേരിടുന്ന ഉറപ്പാണ്. നാളത്തെ മത്സരത്തിൽ നല്ല തുടക്കം ലഭിച്ചാൽ ഈ പരമ്പരയിൽ 5 മത്സരങ്ങളുടെ പരമ്പരയാണ്. അപ്പൊ 5 മത്സരങ്ങളിൽ സഞ്ജുവിന് നല്ലൊരു അവസരം തന്നെ കിട്ടും. ഈ ഫസ്റ്റത്തെ ഈ 2025 തുടക്കം നന്നായി തുടങ്ങാൻ പറ്റും. ഇപ്പോഴും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ചില അവസരങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് സാധ്യത വളരെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു പക്ഷേ എന്നാലും ഒരു പിന്നെ പ്രകടനം ഇപ്പൊ നന്നായിട്ട് ബാറ്റിംഗ് ചെയ്തിട്ട് അത് തെളിയിക്കാൻ സെലക്ടർമാർക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിക്കാനുള്ള അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണാൻ പറ്റും. അല്ല, പലപ്പോഴും സഞ്ജു അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പല വിവാദങ്ങളും ഉള്ള സമയത്ത് ഇതുപോലെ ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കുക എന്നത് സഞ്ജു ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അത് തന്നെയാണ് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിട്ട് ഒരു ആവേശം. നാളത്തെ മത്സരമാണെങ്കിലും ഈ പരമ്പര ആണെങ്കിലും ഒരു ആവേശം. കാരണം സഞ്ജു കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതൊരു വലിയ ആവശ്യം തന്നെ. പിന്നെ രാജസ്ഥാനിൽ വേർപിരിഞ്ഞ ശേഷം കളിക്കുന്ന മത്സരം കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു വീറും വാശി എന്തായാലും മത്സരത്തിൽ കാണാൻ പറ്റും. പിന്നെ തിലക് വർമ്മനെ പോലുള്ള ഒരു ബാറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനായാസമായിട്ട് അതെ 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫോടനം തന്നെയാണ്. അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. സൂര്യകുമാർ യാദവിനൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. കൂളായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇംഗ്ലണ്ടിനെതിരെയും ആ ഒരു രീതിയിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങും ഇതൊക്കെ കാണുകയാണെങ്കിൽ ഇപ്പൊ ദക്ഷിണാഫ്രിക്കയുടെ ബോളർമാർ ഒട്ടും മോശമല്ല. അവരോട് ഈ കളിച്ച് ഈ ഇതിനൊക്കെ ഇംഗ്ലണ്ടിലെ ബോളർമാർ അത്ര പ്രശ്നമായിരിക്കില്ല. അത് നേരിടാൻ പറ്റുമായിരിക്കും. മികച്ച റൺ നേടാനും കഴിയുമായിരിക്കും. ഇന്ത്യൻ ബോളർമാർ ഇപ്പം പിന്നെ ഷമി തിരിച്ചു വരുന്നു. ലോകകപ്പിന് ശേഷം ഷമി തിരിച്ചു വരുന്ന മത്സരമാണ്. അതിലുണ്ട് ഷമിക്കും പിന്നെ നിർണായകം തന്നെയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് കളിക്കേണ്ടത് പിന്നെ ആദ്യ ലെവലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മത്സരങ്ങളെ നിർണായകം തന്നെയാണ്. ഷമിയുടെ ഹോം ഗ്രൗണ്ടിൽ തുടക്കം കിട്ടുന്നത് മറ്റൊരു കാര്യമാണ്. ഷമിക്ക് നന്നായിട്ട് തന്നെ അത് തുടങ്ങാൻ പറ്റട്ടെ. അർഷ്ദീപാണ് യുവനിര T20 ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബോളർമാരുള്ളതാണ് അർഷ്ദീപ് ഷമി തുടങ്ങിക്കൊടുത്ത് പിന്നെ വരുൺ ചക്രവർത്തി അക്ഷർ പട്ടേൽ ഏറ്റുപിടിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇന്ത്യക്ക് ഒരു ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ബോളിംഗ് നിരയുണ്ട്, വലിയ സ്കോർ പിന്തുടരാൻ പറ്റുന്ന ബാറ്റിംഗ് നിരയുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീം ഇപ്പം സെറ്റായ ടീമാണ്. ഈ ടീമിന് അത് നേടാൻ പറ്റുന്ന പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു കാര്യം ബാറ്റിംഗ് ലൈനപ്പാണ്. ബാറ്റിംഗ് ലൈനപ്പിന്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ സഞ്ജു അഭിഷേക് ശർമ്മ ഒരു സക്സസ് ആയിട്ടുള്ള ഓപ്പണിംഗ് ജോഡിയാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ബാക്കിയുള്ള ഇതൊന്നും കൃത്യമായി ഫിക്സ് ആക്കേണ്ടതില്ലാണ് ഇപ്പം അക്ഷർ പട്ടേലും പറഞ്ഞത്. അത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ താരങ്ങളും ഏത് നമ്പറിൽ ഇറങ്ങാൻ പ്രാപ്തരാണ്, അത് മാനസികമായി തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവസാന ഓവറുകൾ പിന്നെ ആഞ്ഞടിക്കാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യക്ക് ഇറങ്ങാൻ പറ്റും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് നമ്പറിൽ ഇറങ്ങി അടിക്കുന്ന താരങ്ങളാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു മത്സരത്തിന്റെ ഒരു ആ സ്റ്റേജ് എങ്ങനെയാണ് ആ മത്സരത്തിൽ ഏത് രീതിയിലാണ് ബാറ്റ് ചെയ്യേണ്ടത്, പിച്ചിന്റെ സ്വഭാവം, ഈ ഒരു രീതിയിൽ എത്ര റൺസ് വിജയിക്കാൻ വേണം, ആ ഒരു മത്സരത്തിന്റെ സാഹചര്യം, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ തീരുമാനം എടുക്കുന്നത്. ഇന്ത്യ ഇപ്പൊ 200 പോലെ തന്നെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ്. അപ്പം ഇന്ത്യയുടെ ഇംഗ്ലണ്ടിലെ ടോപ്പ് സ്കോർ ചെയ്യുന്നത് 224 സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നാളത്തെ മത്സരത്തിൽ മറികടക്കാൻ വരുന്ന കാണും. ഈ നമ്മൾ പറഞ്ഞ ഓപ്പണിംഗ് ജോഡിയും 4ാം നമ്പർ വരെയുള്ള ഈ താരങ്ങൾ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാർ മാത്രം മതി. സഞ്ജു, അഭിഷേക്, തിലക്, സൂര്യകുമാർ യാദവ് ഇവർ തന്നെ നിന്ന് കളിച്ചാൽ ഈ റണ്ണൊന്നും ഒന്നും അല്ലാതെ തന്നെ മാറിപ്പോകും. പിന്നെ വരുന്ന ഈ ഓൾറൗണ്ടർമാരായാലും പിന്നെ ഹർദിക്കും നിതീഷ് കുമാറും
അക്ഷർ പട്ടേൽ ആകുമ്പോഴും ഇത് ഇന്ത്യക്ക് ബാറ്റിംഗ് നിരയിൽ ടെൻഷൻ ഒന്നുമില്ല ഇപ്പം. എങ്ങനെ വരുന്നല്ലോ നാളത്തെ ഒരു ദിവസത്തിന്റെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല എല്ലാ വാശിയും വീറും ഒക്കെ നിറഞ്ഞ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാനാകട്ടെ. പ്രത്യേകിച്ച് നാളത്തെ മത്സരം ഒരു പ്രതികാരം, അതെ, ഒരു പ്രതികാരം വീട്ടുക, 2011 ആ തോൽവിക്ക് പ്രതികാരം വീട്ടുക എന്ന തരത്തിലുള്ള ഒരു മികച്ച മത്സരം തന്നെ കാണാനാകട്ടെ. സഞ്ജുവിന്റെ മികച്ച പ്രകടനം അതുപോലെ, അതെ, ഇന്ത്യ യുവതാരങ്ങൾ എല്ലാവരും തിളങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.